ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് പൊതുവേ പോസിറ്റീവ് ആണ്. ഇന്ന് ജാക്സൺ ഹോളിലെ 2 ദിവസത്തെ എക്കണോമിക് സിമ്പോസിയം ആരംഭിക്കുകയാണ്. നാളെയാണ് US ഫെഡ് ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മുതൽ US പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള. അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $2538 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീക്കാണ്. $76.10 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ഇറാനും അതുപോലെ തന്നെ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു സീസ് ഫയർ അനൗൺസ്മെൻറ്റ് വന്നേക്കാമെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും ഒരു വീക്ക്നെസ് കാണുന്നത്. ഒപ്പം ചൈനീസ് എക്കണോമി വീണ്ടും വലിയ രീതിയിൽ താഴെ പോകുന്നുള്ള പലതരത്തിലുള്ള ന്യൂസുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗ്ലോബൽ ഡിമാൻഡിനെ ബാധിക്കാം. അതുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ താഴെ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ടെമ്പററി ഫിനോമിനൻ ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് വരുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ ബഡ്ജറ്റിൽ അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുള്ള പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുള്ള പല സെക്ടേഴ്സിലെ സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം Q1 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളിലും മുന്നേറ്റം കാണാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ IREDA ഈ വർഷം IPO വന്നൊരു സ്റ്റോക്കാണ്. നമ്മുടെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ ഉള്ളൊരു സ്റ്റോക്കും കൂടിയായിരുന്നു. August 29 ബോർഡ് മീറ്റിംഗ് റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഫണ്ട് റേസിംഗ് പ്ലാനുകൾ അനൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ് IREDA സംബന്ധിച്ച്. സൊമാറ്റോ പേടിഎമ്മിൻ്റെ ടിക്കറ്റിംഗ് ബിസിനസ്സും കൂടി വാങ്ങിയിരിക്കുകയാണ്. 2048.4 കോടി രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. പേടിഎമ്മിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്, സൊമാറ്റോനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. കാരണം ഡൈവേഴ്സിഫിക്കേഷൻ വരെയാണ്. ഇത് മുമ്പ് നമ്മൾ 1-2 മാസത്തിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തിരുന്ന ന്യൂസ് തന്നെയാണ്. അതിപ്പോൾ റിയാലിറ്റി ആയെന്ന് മാത്രം. RBI ഗവർണർ ശക്തികാന്ത ദാസിന് ടോപ്പ് സെൻട്രൽ ബാങ്കർ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 2ാമത്തെ ഇയറാണ്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. RBIയിൽ കഴിഞ്ഞ 3-4-5 വർഷമായിട്ട് എടുത്തിട്ടുള്ള മെഷേഴ്സാണ് അദ്ദേഹത്തിന് സ്ട്രോങ് സെൻട്രൽ ബാങ്കർ എന്നുള്ള ഒരു നെയിം നേടിക്കൊടുത്തിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ജെൻസോൾ എഞ്ചിനീയറിംഗ് നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. 16 മെഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്റ്റ് MP നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലെ ജെൻസോളിൻ്റെ സബ്സിഡിയറി വലിയ രീതിയിലാണ് ഓർഡേഴ്സ് നേടിക്കൊണ്ടിരിക്കുന്നത്. ജെൻസോളിനെ സംബന്ധിച്ച് ഓവറോൾ പോസിറ്റീവാണ്. സ്ട്രോങ് ആയിട്ട് നല്ലൊരു അപ്മൂവ് കാണിക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ഇൻ ദ ലോങ് റണ്ണിൽ. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബാറ്ററി എനർജി സിസ്റ്റം സ്റ്റോറേജിൽ വലിയ രീതിയിൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുള്ള ഈ കമ്പനി, അതുപോലെ തന്നെ സോളാർ രംഗത്തും ഈ കമ്പനി വളരെ ഫേമസ് ആണ്. കഴിഞ്ഞ വർഷം തന്നെ നല്ല റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുമ്പോൾ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. സ്പെഷ്യൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. 19 രൂപ പെർ ഷെയർ ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഈ ഫിനാൻഷ്യലിൽ 29 രൂപയാണ് 10 രൂപ മുമ്പ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. BEML ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് സ്ട്രാറ്റജിക് പാർട്ട്ണറായിരിക്കുകയാണ്. ഒരു ടൈപ്പ് സൈൻ ചെയ്തിട്ടുണ്ട് നേവി ആയിട്ട്. അഡ്വാൻസ്ഡ് മറൈൻ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. BEMLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കല്യാൺ ജുവലേഴ്സ് പ്രൊമോട്ടേഴ്സ് 2.36% മാർക്കറ്റ് QIP, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങുകയാണ്. എക്സിസ്റ്റിംഗ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് വാങ്ങുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഇത് സൂചിപ്പിക്കുന്ന പ്രൊമോട്ടേഴ്സിൻ്റെ കോൺഫിഡൻസ് ആണ്. കല്യാണിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. നമ്മുടെ തന്നെ ടോപ്പിക്കുകളിലൊന്നും കൂടിയാണ്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ശ്രീറാം പ്രോപ്പർട്ടീസ് അവരുടെ ഇപ്പോഴത്തെ സെയിൽസ് ഫിഗർ 2027 ആകുമ്പോഴേക്കും ഡബിൾ ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. പാരാസ് ഡിഫൻസ്
നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. ഡിഫൻസ് റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ട് നമ്മുടെ തന്നെ ഒരു ടോപ്പിക്കുകളിലൊന്നും കൂടി തന്നെയായിരുന്നു. ട്രെൻഡ് മറ്റൊരു ടോപ്പിക്കുകളിലൊന്നാണ്. നമ്മുടെ വലിയ രീതിയിലുള്ള ബിസിനസ് ഗൈഡൻസ് ആണ് അതിൻ്റെ ചെയർമാൻ നൽകിയിട്ടുള്ളത്. 10 times ഗ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. ട്രെൻഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അടുത്ത മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ വീണ്ടും ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കും കൂടിയാണ് ട്രെൻഡ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ വരാം. ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ്, ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി എപ്പോൾ വേണമെങ്കിലൊക്കെ വഷളാവാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വളരെ ഒരു കോഷൻ വെച്ച് പുലർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതൊക്കെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.